ഹായ് വെൽക്കം ടു മാസ്റ്റർ ഹബ്. നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് BCOE 144 ഓഫീസ് മാനേജ്മെൻറ്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസസ്. അതിനകത്ത് ഫസ്റ്റ് ബ്ലോക്കാണ് ഇൻട്രൊഡക്ഷൻ ടു ഓഫീസ്. യൂണിറ്റ് 1 എബൌട്ട് ഓഫീസ്. ഓഫീസിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു ഓഫീസിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ലോക്കൽ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ലോക്കൽ മാർക്കറ്റിൽ പോയി നമ്മളത് വിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഓഫീസ് ഉണ്ടാകുക എന്നുള്ളത് താരതമ്യേന ചെറുതും ഇൻഫോർമലായിരുന്നു. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ വന്നതോടുകൂടി സയൻസ്, ടെക്നോളജി, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ ഇതൊക്കെ വന്നതോടുകൂടി ഓഫീസ് എന്ന കൺസെപ്റ്റ് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതായി മാറി. മോഡേൺ ഓഫീസസുകൾ വന്നു തുടങ്ങി. അതിനെ ട്രെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാൻ ട്രെയിൻഡ് ആൻഡ് സ്കിൽഡ് മാനേജേഴ്സ് വന്നു. ഇനി ടുഡേ ഓഫീസ് ഫോക്കസ് ഓൺ ടീം വർക്ക് ആൻഡ് കോർഡിനേഷൻ, കൊളാബറേഷൻ. ഇപ്പോഴത്തെ ഓഫീസസ് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ്? ടീം വർക്കും കോർഡിനേഷൻ, കൊളാബറേഷനാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫീസ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതൊരു പോപ്പുലറായിട്ടുള്ളൊരു സിസ്റ്റമായി തന്നെ മാറിക്കഴിഞ്ഞു. അതിനകത്ത് ഓഫീസ് എന്തിനൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്? ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടീം വർക്കിന്, ട്രാൻസ്പെറൻസിയും. എന്നാൽ കൂടി നമ്മൾ ഓഫീസ് ഓപ്പൺ ചെയ്യുന്ന ഇത്രയേറെ ഗുണങ്ങളുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ കുറേ പ്രോബ്ലംസും ഉണ്ട്. ലൈക്ക് നോയ്സ്, ലാക്ക് ഓഫ് പ്രൈവസി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് മുതലായവയൊക്കെ അതിനകത്ത് ഉണ്ട്. അപ്പം ഒരു കൺസെപ്റ്റ് എന്താണ്? ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ നോക്കാം. മീനിങ് ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് ഈസ് എ പ്ലേസ് വർക്ക് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഈസ് ഡൺ. ഓഫീസ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തൊക്കെയാണ്? നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ് ഓഫീസ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് ചെയ്യുന്ന സ്ഥലത്തിനാണ് ഓഫീസ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്നൊരു പ്ലേസിനെയാണ് ഓഫീസ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതൊക്കെയാണ് ആൻ ഓഫീസ് കളക്ട്, റെക്കോർഡ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻസ്. അതുപോലെ മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് മാനറിലാണ് ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ഇനി ഓഫീസ് ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് ലേഔട്ട് റെഫേഴ്സ് ടു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫർണിച്ചർ, മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ് ആൻഡ് എംപ്ലോയീസ് ഇൻ ഓഫീസ്. ഒരു ഓഫീസിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ പ്രോപ്പർ അറേഞ്ച്മെൻറ്റ്, ഫർണിച്ചർ എങ്ങനെയായിരിക്കണം, മെഷീൻസ് എങ്ങനെയാണ്, എക്യുപ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കണം, എംപ്ലോയീസ് എങ്ങനെയാണ് എന്നതിൻ്റെ പ്രോപ്പർ അറേഞ്ച്മെൻറ്റിനെയാണ് ഓഫീസ് ലേഔട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് ഇറ്റ്സ് ഓൾസോ കോൾഡ് ദ ഓഫീസ് ഫ്ലോർ പ്ലാൻ. ഇതിനെന്ത് പറയും? ഓഫീസ് ഫ്ലോർ പ്ലാൻ എന്നും കൂടി ഇതിന് പേരുണ്ട്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓഫീസ് ലേഔട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സേവ് ടൈം ആൻഡ് എനർജി, അതുപോലെ റെഡ്യൂസ് കോസ്റ്റ്, ഇംപ്രൂവ് എഫിഷ്യൻസി, ഹെൽപ്പ് ഈസി സൂപ്പർവിഷൻ. നമ്മളൊരു കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം അതിൻ്റെ ലേഔട്ട്, ഫർണിച്ചർ എവിടെ വെച്ചിരിക്കണം, എംപ്ലോയീസ് എങ്ങനെയായിരിക്കണം ഇരിക്കേണ്ടത്, എക്യുപ്മെൻറ്റ്സ് എവിടെയായിരിക്കണം, ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഓഫീസ് ലേഔട്ട് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ഓഫീസ് ലേഔട്ട് ഉണ്ട്. പ്രോസസ് ലേഔട്ട് ഉണ്ട്, ഗ്രൂപ്പ് ലേഔട്ട് ഉണ്ട്. പ്രോസസ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഇസ് ഡൺ അക്കോർഡിംഗ് ടു വർക്ക് സീക്വൻസ്. വർക്കിനെ സംബന്ധിച്ച് ആയിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടായിരിക്കുക. ഗ്രൂപ്പ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ഡ്യൂറിങ് സിമിലർ വർക്ക്സ് സിറ്റ് ടുഗെദർ. ഒരേ വർക്ക്, സിമിലറായിട്ടുള്ള വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ത് ചെയ്യും? ഒരുമിച്ച് തന്നെ ഇരുന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും അതിൻ്റെ ലേഔട്ട്. അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫീസിൽ നടത്തിയിട്ടുണ്ടായിരിക്കുക. നമുക്ക് ഓരോ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് കാണാൻ സാധിക്കും. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് ഓഫീസ് ലേഔട്ട്. ഓഫീസ് ലേഔട്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോപ്പർ യൂസ് ഓഫ് ഓഫീസ് സ്പേസ്. ഓഫീസ് സ്പേസ് മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സ്മൂത്ത് ഫ്ലോ ഓഫ് വർക്കാണ്, ഈസി കമ്മ്യൂണിക്കേഷനാണ്, കംഫർട്ടബിൾ വർക്കിംഗ് എൻവയോൺമെൻറ്റാണ്, പ്രൊവിഷൻ ആൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓഫീസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എവിടെയാണ് നമ്മുടെ ഓഫീസ് പ്ലേസ് ചെയ്യുന്നത്, സ്ഥലത്താണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് ഓഫീസ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓഫീസ് ലൊക്കേഷൻ മീൻസ് ദ പ്ലേസ് വേർ ദ ഓഫീസ് സിറ്റുവേറ്റഡ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓഫീസ് ലൊക്കേഷൻ എന്തൊക്കെയാണ്? അഡിക്വേറ്റ് സ്പേസ് ഫോർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ്. നമ്മൾ ഇപ്പോഴത്തെയും അതുപോലെ നമ്മുടെ ഭാവിയിലുള്ള ആവശ്യത്തിന് അനുസൃതമായ രീതിയിലായിരിക്കണം നമ്മുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ നിയർ ആൻഡ് അതർ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഈസി കോർഡിനേഷൻ ആയിരിക്കണം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, ഈസി ട്രാവൽ ഫോർ എംപ്ലോയീസ് ആൻഡ് വിസിറ്റേഴ്സും. എംപ്ലോയീസിനും വിസിറ്റേഴ്സിനും നമ്മൾ ഓഫീസിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷനിലായിരിക്കണം ഓഫീസ് സിറ്റുവേറ്റ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി സർവീസ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാങ്ക്സ്, പോസ്റ്റ് ഓഫീസ്, ഇൻ്റർനെറ്റ്
മുതലായവ. ഇതൊക്കെ നമ്മൾക്ക് ലഭിക്കുന്ന നിലയിലായിരിക്കണം, എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ലഭ്യത ഉള്ള ഈ നിലയിലായിരിക്കണം ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കേണ്ട ഓഫീസ് ഉണ്ടായിരിക്കേണ്ടത്. ഓഫീസിൻ്റെ പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് എൻവയോൺമെൻറ്റ് ആയിരിക്കണം, ഫ്രീ ഫ്രം നോയ്സ്, ഡസ്റ്റ് ആൻഡ് പൊല്യൂഷൻ ആയിരിക്കണം. ഓഫീസിൻ്റെ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഓഫീസ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് പ്രൊസീജിയർ ഫിക്സ്ഡ് റൂൾസ് ആൻഡ് മെത്തേഡ് ഫോളോ ഫോർ ഓഫീസ് വർക്ക്. ഓഫീസ് വർക്കിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ഫിക്സ്ഡ് റൂൾസും മെത്തേഡ്സും ആണ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ബ്രിങ് യൂണിഫോമിറ്റി വർക്കിൽ യൂണിഫോമിറ്റി കൊണ്ടുവരാനും എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓഫീസ് പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരിക്കണം ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് മെത്തേഡ്സും റൂൾസും അടങ്ങിയതാണ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ഇൻ ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്. പുതിയ എംപ്ലോയി നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിന് ഇത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. മിസ്റ്റേക്സ് റെഡ്യൂസ് ചെയ്യും, സേവ് ടൈം ആൻഡ് കോസ്റ്റ്, എൻഷുർ പ്രൊഫഷണലിസം. റോൾ ഓഫ് എൻ കമ്പനി ഓഫീസ്. ഒരു കമ്പനി ഓഫീസിൻ്റെ റോൾ എന്തൊക്കെയാണ്? ദ മെയിൻ റോൾ ഓഫ് എൻ ഓഫീസ് ഈസ് ഡിസിഷൻ മേക്കിംഗ് ആണ്. പ്രൊവൈഡിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ഓഫീസിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. 2 റോൾസ് ഓഫ് എൻ ഓഫീസ്. എ കോൺട്രിബ്യൂട്ട് റോളും വിജിലൻറ്റ് റോളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോൺട്രിബ്യൂട്ടറി റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ആൻഡ് സപ്ലൈസ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും, അത് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് സപ്ലൈയും ചെയ്യണം. മെയിൻറ്റെയിൻ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുക, പ്രൊവൈഡ് സർവീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് റിക്രൂട്ട്മെൻറ്റ് പോലുള്ള സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് കോൺട്രിബ്യൂട്ടറി റോള് ഓഫീസ് വഹിക്കുന്നത്. ഇനി വിജിലൻറ്റ് റോൾ എന്ന് പറയുന്നത് ഓഫീസ് വഹിക്കുന്ന വിജിലൻറ്റ് റോൾ എന്തൊക്കെയാണ്? മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, എൻഷുർ റൂൾസ് ആർ ഫോളോഡ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂൾസൊക്കെ കമ്പനിയുടെ റൂൾസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, കൺട്രോൾ ബഡ്ജറ്റ് ആൻഡ് എക്സ്പെൻസസ്. ഇതാണ് വിജിലൻറ്റ് റോൾ എന്ന് പറയുന്നത്. അപ്പം 2 റോളുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കോൺട്രിബ്യൂട്ടറി റോൾ ആൻഡ് വിജിലൻറ്റ് റോൾ. അതെന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു. എക്യുപ്മെൻറ്റ് ആൻഡ് സ്കിൽ യൂസ്ഡ് ഇൻ ഓഫീസേഴ്സ്. എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഇൻ ഓഫീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് നമ്മളൊരു ഓഫീസിൽ യൂസ് ചെയ്തിട്ടുണ്ടാകും? പേപ്പർ എക്യുപ്മെൻറ്റ് ലൈക്ക് പ്രിൻറ്റേഴ്സ്, ഫോട്ടോ കോപ്പീസ്, സ്കാനർ, ഷ്രെഡേഴ്സ്, കമ്പ്യൂട്ടേഴ്സ് ഫോർ ഡോക്യുമെൻറ്റേഷൻ, ഇമെയിൽ ആൻഡ് ഡാറ്റ എൻട്രി. നമുക്കൊരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് അവിടെ ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ ആ ഒരു കമ്പനിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് എല്ലാ ആവശ്യങ്ങൾ അതനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് അവിടെ ഉണ്ടാകും. അപ്പം പേപ്പർ എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള പ്രിൻ്റർ, ഫോട്ടോ കോപ്പീസ് ഉണ്ടാകും, കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകും, ഡോക്യുമെൻറ്റേഷനും ഇമെയിൽ ഡാറ്റ എൻട്രിക്കൊക്കെ ഇൻ്റർനെറ്റ് ഉണ്ടാകും. തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ഷെയറിങ്ങിന് ഫേർണിച്ചർ ഉണ്ടാകും, നമുക്ക് ഇരിക്കാനും നമ്മുടെ ഓഫീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫേർണിച്ചേഴ്സും അതുണ്ടാകും. കംഫർട്ടബിൾ ഫേർണിച്ചർ ഇൻക്രീസ് എഫിഷ്യൻസി. ഇനി സ്കിൽസ് യൂസ്ഡ് ഇൻ ഓഫീസ് യൂസ് ചെയ്തിരിക്കുന്ന സ്കിൽസ് എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാകും, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലിയർലി, മാനേജ്മെൻറ്റ് സ്കിൽ ഉണ്ടാകും, ടൈം ആൻഡ് വർക്ക് മാനേജ്മെൻറ്റ് ഉണ്ടാകും, പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാകും, എന്തെങ്കിലും പ്രോബ്ലം വന്നത് ഹാൻഡിൽ ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാകും. കമ്പ്യൂട്ടർ സ്കിൽ എന്ന് പറഞ്ഞാൽ നോളജ് ഓഫ് ബേസിക് സോഫ്റ്റ്വെയറും. ഇനി ടൈപ്പ് ഓഫ് ഓഫീസ് നമ്മൾ നോക്കാം. ട്രഡീഷണൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് റൂം, ഒരു ഫോമൽ സെറ്റപ്പിൽ തയ്യാറാക്കിയ ഒരു പ്രൈവറ്റ് റൂം ആയിരിക്കും ട്രഡീഷണൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ. ക്രിയേറ്റീവ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലേഔട്ടാണ്, ടീം വർക്ക് ഫോക്കസ്ഡ് ആയിരിക്കും, കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടായിരിക്കും. ഇനി പ്രൈവറ്റ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചിട്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആയിരിക്കും. ഇനി കോ വർക്കിംഗ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഷെയർഡ് ഓഫീസ് വിത്ത് ഫ്ലെക്സിബിലിറ്റി. കോ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസ് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യുന്ന രീതിയിൽ ഉള്ളതായിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. കോണ്ടിജിയസ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് ഓഫീസ് യൂണിറ്റ് ഓൺ സെയിം ഫ്ലോർ, ഒരു ഫ്ലോറിൽ തന്നെ ഓഫീസ് യൂണിറ്റ്സിനെ കണക്ട് ചെയ്യുന്നതാണ്. എക്സിക്യൂട്ടീവ് സ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഫേർണിഷ്ഡ് ഓഫീസായി, കുറച്ചുകൂടെ ഹൈ ലെവലായിട്ടുള്ള കുറച്ചുകൂടെ ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഓഫീസായിരിക്കും. എൻ്റർപ്രൈസ് സ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ലാർജ് കസ്റ്റമൈസബിൾ ഓഫീസായിരിക്കും. സബ്ലെറ്റ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് റെൻറ്റഡ് വിത്തൗട്ട് ലോങ് ടേം ലീസിലെടുക്കാതെ റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഓഫീസുകളായിരിക്കും. നെക്സ്റ്റ് യൂണിറ്റ് 2 ഓഫീസ് സ്പേസ് ആൻഡ് വിർച്വൽ സ്പേസ്. മീനിങ് ഓഫ് ഓഫീസ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് സ്പേസ് റെഫേഴ്സ് ടു ബിൽഡിംഗ് ഓർ എ പാർട്ട് ഓഫ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗം. യൂസ്ഡ് ഫോർ ഓഫീസ് വർക്കിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്തെയാണ് ഓഫീസ് സ്പേസ് എന്ന് പറയുന്നത്. ഓഫീസസ് മേ ഡിഫർ ഇൻ സൈസ്, ഷേപ്പ് ആൻഡ് ടൈപ്പിലും ഷേപ്പിലും സൈസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ബിസിനസ്സിൻ്റെ നീഡ് അനുസരിച്ച് അതിൻ്റെ ഓഫീസിൻ്റെ സൈസിലും ഷേപ്പിലും ടൈപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പണ്ട് കാലത്ത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ഓഫീസസ് ആണെങ്കിൽ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. കോ വർക്കിംഗ് ഓഫീസസും വിർച്വൽ ഓഫീസസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോഴത്തെ കാലത്ത്. ഈ പർപ്പസ് ഓഫ് ഓഫീസ് സ്പേസ്, ഓഫീസ് സ്പേസിൻ്റെ
പർപ്പസ് എന്താണ്? ഹെൽപ്സ് എംപ്ലോയി പെർഫോം ഓഫീസ് വർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയീസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഫോർ റീഡിങ്, റൈറ്റിംഗ്, കമ്പ്യൂട്ടർ വർക്ക്, മീറ്റിംഗ്സ്, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ, കോർഡിനേഷൻ. ഇനി ഫീച്ചേഴ്സ് ഓഫ് എ മോഡേൺ ഓഫീസ് നോക്കാം. കംഫർട്ടബിൾ ആൻഡ് ഇറോഗണോമിക് ഫർണിച്ചർ ആയിരിക്കും. അതുപോലെ ഓപ്പൺ ആൻഡ് കൊളാബറേറ്റീവ് വർക്ക് സ്പേസസ് ആയിരിക്കും. അഡ്വാൻസ് ടെക്നോളജി ആൻഡ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ ഉണ്ടാവും. കറക്റ്റായിട്ടുള്ള വായുസഞ്ചാരവും പ്രോപ്പർ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും. റെസ്റ്റ് റൂംസ് ഉണ്ടാവും. ലീഷർ സ്പേസ് ഉണ്ടാവും. ഇത്രയും അടങ്ങിയതായിരിക്കും എന്താണ് മോഡേൺ ഓഫീസ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ ഓഫീസിനേക്കാൾ വ്യത്യസ്തമാണ്. കാരണം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. നല്ല ഫർണിച്ചേഴ്സുകൾ ഉണ്ടാവും. അതുപോലെ പുതിയ ടെക്നോളജീസും ഇൻ്റർനെറ്റും പ്രോപ്പർ ലൈറ്റിങ്ങും വെന്റിലേഷനും കാര്യം എല്ലാം അടങ്ങിയതാണ് മോഡേൺ ഓഫീസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. To reduce health risk, modern office also use touch-free technology such as നമ്മുടെ ഹെൽത്ത് റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി മോഡേൺ ഓഫീസസിൽ ഇപ്പോൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ടച്ച് ഫ്രീ ടെക്നോളജികളായിട്ടുള്ള ഓട്ടോമാറ്റിക് ഡോർസ്, വോയിസ് കൺട്രോൾഡ് എലിവേറ്റേഴ്സ്, ഹാൻഡ് ഫ്രീ സ്വിച്ചസ്, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ ഓഫീസുകളിൽ കാണാൻ സാധിക്കും. ഇനി വിർച്വൽ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വൽ ഓഫീസ് പ്രൊവൈഡ് ബിസിനസ് ഫെസിലിറ്റി വിത്തൗട്ട് ഫിസിക്കൽ ഓഫീസില്ലാതെ തന്നെ ഓഫീസ് കാര്യങ്ങൾ വർക്കുകൾ വിർച്വലി ചെയ്യുന്നതിനാണ് വിർച്വൽ ഓഫീസസ് എന്ന് പറയുന്നത്. 8 ഓഫേഴ്സ് എന്തൊക്കെ ഇതിനകത്തുണ്ടാവും? ബിസിനസ് അഡ്രസ്സ് ഉണ്ടാവും, ഫോൺ ആൻഡ് മെയിൽ സർവീസസ് ഉണ്ടാവും, ഇൻ്റർനെറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് ഉണ്ടാവും, മീറ്റിംഗ് റൂംസ് വെൻ റിക്വയർഡ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാപ്ടോപ്പ്, മൊബൈൽസ് ആൻഡ് ഇൻ്റർനെറ്റ് പീപ്പിൾ ക്യാൻ വർക്ക് ഫ്രം എനിവർ. നമുക്ക് ലാപ്ടോപ്പും മൊബൈലും ഇൻ്റർനെറ്റോട് കൂടി നമുക്ക് എവിടെ ഇരുന്നിട്ട് ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. വിർച്വൽ ഓഫീസ് ബിക്കം പോപ്പുലർ ഡ്യൂറിങ് COVID-19 പാൻഡമിക്. നമ്മൾ COVID-19 പാൻഡമിക് വന്നപ്പോഴാണ് കുറച്ചുകൂടെ വിർച്വൽ ഓഫീസസുകൾ കുറച്ചുകൂടെ പോപ്പുലറായി വന്നത്. റിമോട്ട് വർക്കൊക്കെ അതോ അവിടെ ആ ടൈമിലാണ് റിമോട്ട് വർക്ക് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്തത്. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം പോലുള്ള കാര്യങ്ങൾ അപ്പോഴാണ് വന്നത്. അതുകൊണ്ട് തന്നെ വിർച്വൽ ഓഫീസിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഫേസ് ടൈം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സൂം കോളോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ ചെയ്തിട്ട് നമുക്ക് ഓഫീസ് കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ഓഫീസിൻ്റെ ആവശ്യമില്ല. സ്യൂട്ടബിൾ ഫോർ ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള വിർച്വൽ ഓഫീസ് സ്യൂട്ടബിൾ ആവുന്നത്? സ്മോൾ ബിസിനസ്സിന്, ഫ്രീലാൻസേഴ്സ്, എൻ്റർപ്രണേഴ്സ്, സ്റ്റാർട്ടപ്സിന്. ഇനി വിർച്വൽ ഓഫീസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ബിസിനസ് അഡ്രസ്സ് ഉണ്ടാകും, കോൺഫറൻസ് റൂം ഓൺ ഡിമാൻഡ്, കോൾ ആൻഡ് മെയിൽ ഹാൻഡ്ലിംഗ് ഉണ്ടാവും, ലോ ഓപ്പറേഷൻ കോസ്റ്റ് ആയിരിക്കും, ഫ്ലെക്സിബിൾ വർക്ക് എൻവയോൺമെൻറ്റ് ആയിരിക്കും. അഡ്വാൻറ്റേജ് ഓഫ് വിർച്വൽ ഓഫീസ് എന്തൊക്കെയാണ്? ഫ്ലെക്സിബിലിറ്റിയാണ്. എംപ്ലോയി ക്യാൻ വർക്ക് ഫ്രം എനിവർ. എവിടെ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? റിമോട്ട്ലി വർക്ക് ചെയ്യാൻ സാധിക്കും. ലോ കോസ്റ്റ് ആണ്. നോ റെൻറ്റ്, ഇലക്ട്രിസിറ്റി ഓർ മെയിൻ്റനൻസ് എക്സ്പെൻസ്. ഒരു ഓഫീസിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റൊന്നും എന്ത് വരില്ല? വിർച്വൽ ഓഫീസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. റെൻറ്റ് കൊടുക്കേണ്ട, ഇലക്ട്രിസിറ്റി മെയിൻ്റനൻസ് എക്സ്പെൻസ് ഒന്നും വരില്ല. എക്സ്ട്രാ സർവീസസ് ആയിരിക്കും. വിർച്വൽ അസിസ്റ്റൻസ്, റിസപ്ഷനിസ്റ്റ്, മെയിൽ സർവീസസ് ഉണ്ടാവും, പ്രൊഫഷണൽ ഇമേജ് ഉണ്ടാവും, ബിസിനസ് അഡ്രസ്, ഇംപ്രൂവ് ട്രസ്റ്റ്, അതുപോലെ നോ മെയിൻ്റനൻസ്. ബിൽഡിങ്ങില്ലാത്തതുകൊണ്ട് തന്നെ ഫർണിച്ചർ ഇഷ്യൂ ബിൽഡിങ്ങിൽ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. പ്രൈവസി സെക്യൂരിറ്റി ഉണ്ടാവും, പെർമനൻറ്റ് അഡ്രസ് ഉണ്ടാവും, യൂസ് ഫോർ ലൈസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഡിസഡ്വാൻറ്റേജ് ഓഫ് വിർച്വൽ ഓഫീസ് എന്തൊക്കെയാണ്? അഡ്വാൻസ് പ്ലാനിങ് റിക്വയർഡ്, മീറ്റിംഗ് റൂംസ് നീഡ് ബുക്കിംഗ്. നമുക്കൊരു നേരത്തെ തന്നെ നമുക്കൊരു ഒരു മീറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ തന്നെ നമുക്ക് വേണം അത് പ്ലാൻ ചെയ്യേണ്ടത്, അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. ലിമിറ്റഡ് സർവീസസ് ആയിരിക്കും. സം ഫെസിലിറ്റീസ് മേ നോട്ട് ഓൾവേസ് ബി അവൈലബിൾ. എല്ലാ സർവീസും എല്ലായ്പ്പോഴും നമുക്ക് ലഭിക്കണമെന്നില്ല. റെസ്ട്രിക്റ്റഡ് ആക്സസ് ഉണ്ടാവും. ഓഫീസ് ആക്സസ് മേ ബി ലിമിറ്റഡ് ടു ഫിക്സ്ഡ് ഹവേഴ്സ്. കുറച്ച് ഒരു സമയത്തേക്ക് മാത്രമായിരിക്കും ഓഫീസ് ആക്സസ് ലഭിക്കുക. നോട്ട് സ്യൂട്ടബിൾ ഓൾ വർക്ക്സ്. എല്ലാ വർക്കിനും എന്തെങ്കിലും ഇത് സ്യൂട്ടബിൾ അല്ല. ലെസ് ടീം ബോണ്ടിങ് ആയിരിക്കും. ലിമിറ്റഡ് പേഴ്സണൽ ഇൻട്രാക്ഷൻ ഉണ്ടാവും, വീക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും, സെക്യൂരിറ്റി റിസ്ക് ഉണ്ടാവും. ഹൈബ്രിഡ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ഓഫീസ് കമ്പൈൻസ് ഫിസിക്കൽ ഓഫീസ് വർക്ക് ആൻഡ് റിമോട്ട് വർക്ക്. ഹൈബ്രിഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഓഫീസ് വർക്കും റിമോട്ട് വർക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ. എംപ്ലോയിക്ക് എന്ത് ചെയ്യാം? കുറച്ച് ദിവസം ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാം, പിന്നീടുള്ള കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം, വർക്ക് ഫ്രം ഹോം ചെയ്യാൻ സാധിക്കും. ഫീച്ചേഴ്സ് ഓഫ് ഹൈബ്രിഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ മിക്സ് ഓഫ് ഓഫീസ് ആൻഡ് റിമോട്ട് വർക്കാണ്. ഫ്ലെക്സിബിൾ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും, ഹോട്ട് ഡെസ്ക് അഥവാ നോ ഫിക്സ്ഡ് സീറ്റിംഗ്. ഓഫീസ് യൂസ്ഡ് മെയിൻലി ഫോർ മീറ്റിംഗ്സ് ആൻഡ് ടീം വർക്കിനും മീറ്റിംഗ്സിനും വേണ്ടി മാത്രമായിരിക്കും ഓഫീസ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇൻ ഹൈബ്രിഡ് ഓഫീസ് എയിം ടു ഗിവ് ബെസ്റ്റ് ബാലൻസ് ബിറ്റ്വീൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൊളാബറേഷൻസ്. ഹൈബ്രിഡ് ഓഫീസിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബെസ്റ്റ് ബാലൻസ് ബിറ്റ്വീൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൊളാബറേഷൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ വിർച്വൽ ഓഫീസ് ആൻഡ് ഫിസിക്കൽ ഓഫീസ് എന്തൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞു.
വിർച്വൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് വിത്തൗട്ട് ഫിസിക്കൽ സ്പേസ് ആണ്. ഫിസിക്കൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് വിത്ത് ഫിക്സ്ഡ് ലൊക്കേഷൻ ആയിരിക്കും ഓഫീസ് ഉണ്ടായിരിക്കുക. കോസ്റ്റ് ലോ കോസ്റ്റ് ആണ്, ഹൈ കോസ്റ്റ് ആണ്. എക്സ്പാൻഷൻ ഈസി ആൻഡ് ചീപ്പാണ്, കോസ്റ്റ്ലി ആണ്. കമ്മ്യൂട്ട് നോ ട്രാവൽ റിക്വയർഡ് ആണ്. വർക്കിംഗ് അവേഴ്സ് ഫ്ലെക്സിബിൾ ആണ്, ഇവിടെ ഫിക്സ്ഡ് ആണ്. ഇനി വിർച്വൽ മീറ്റിംഗ് സ്പേസ്. വിർച്വൽ മീറ്റിംഗ് സ്പേസസ് അലൗഡ് പീപ്പിൾ ടു മീറ്റ് ഓൺലൈൻ യൂസ്. നമുക്ക് വിർച്വൽ മീറ്റിംഗ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മൾ മീറ്റിംഗ് നടത്തുന്നതാണ്. ഇതൊക്കെ മൊബൈൽ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്തിട്ട്. ടൈപ്പ് ഓഫ് വിർച്വൽ മീറ്റിംഗ്സ് ടെലി കോൺഫറൻസ് ഉണ്ടാവും, ഓഡിയോ മാത്രമായിട്ടുള്ള വീഡിയോ കോൺഫറൻസ് ഉണ്ടാവും, വെബ് കോൺഫറൻസ് ഉണ്ടാവാം. ബെനിഫിറ്റ്സ് എന്ന് സേവ് ടൈം, റിഡ്യൂസ് കോസ്റ്റ്, ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ, ഈസി പാർട്ടിസിപ്പേഷൻ. വർക്ക് ഫ്രം ഹോം അഥവാ WFH. വർക്ക് ഫ്രം ഹോം മീൻസ് എംപ്ലോയി വർക്ക് ഫ്രം ദെയർ ഹോം ഇൻസ്റ്റെഡ് ഓഫ് ഓഫീസിൽ പോകാതെ നമുക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിനാണ് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത്. മെനി കമ്പനീസ് നൗ ഫോളോ റിമോട്ട് വർക്ക് പോളിസീസ്. ഇപ്പോൾ ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, റിമോട്ട് വർക്ക് കൊടുക്കുന്നുണ്ട്. എസെൻഷ്യൽ ഓഫ് വർക്ക് ഫ്രം ഹോമിൻ്റെ ചില പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം ആയിരിക്കും, ക്ലിയർ ജോബ് റോൾസ് ഉണ്ടാവും, പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും, റെഗുലർ പെർഫോമൻസ് ചെക്സ് ഉണ്ടാവും, എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കും, എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി അഡ്വാൻറ്റേജ് ഓഫ് വർക്ക് ഫ്രം ഹോം. നമുക്ക് വർക്ക് ഫ്രം ഹോമിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? ഇൻഡിപെൻഡൻറ്റ് ഇൻ വർക്കാണ്, നോ ട്രാവലിൻ്റെ നമുക്ക് എക്സ്പെൻസസ് വരുന്നില്ല, അതുപോലെ ലോവർ എക്സ്പെൻസസ് ആണ്, ഹയർ പ്രൊഡക്ടിവിറ്റി ആണ്, ബെറ്റർ ടെക്നിക്കൽ സ്കിൽസ് ആണ്, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ, ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂളാണ്, നോ ഓഫീസ് ഡിസ്ട്രാക്ഷൻസ്, ഗ്ലോബൽ കൊളാബറേഷൻ, ഫ്യൂ വർക്ക് അബ്സെൻസസ്. എന്ന് പറഞ്ഞാൽ നമുക്ക് റിമോട്ട് വർക്ക് ആയതുകൊണ്ട് എവിടെ ഇരുന്നിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വർക്ക് ഫ്ലെക്സിബിളാണ്. ഇനി ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഐസൊലേഷൻ, നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ ഉണ്ടാവും. ഹോം ഓഫീസ് സെറ്റപ്പ് കോസ്റ്റ്, ഒരു വീട്ടിൽ നമുക്ക് ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ്, ഓവർ വർക്കിംഗ് ആൻഡ് ബേൺ ഔട്ട്, ലോസ് ഓഫ് ഫോക്കസ്, ഹോം ഡിസ്ട്രാക്ഷൻസ്, വീക്ക് കണക്ഷൻ വിത്ത് ഓഫീസ്, പോർ വർക്ക് ലൈഫ് ബാലൻസ്, ലെസ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസും. ഇനി ഫ്യൂച്ചർ ട്രെൻഡ്സ് ഇൻ ഓഫീസ് എൻവയോൺമെൻറ്റ് എന്തൊക്കെയാണ്? ദ ഫ്യൂച്ചർ എൻവയോൺമെൻറ്റ് ഈസ് ചേഞ്ചിങ് ഡ്യൂ ടു നമ്മുടെ എന്തൊക്കെയാണ് ഇനി പുതുതായിട്ട് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്? റിമോട്ട് വർക്കിൻ്റെ ഗ്രോത്ത് ഉണ്ടാവാം, ഡിജിറ്റൽ ടൂൾസ് വരാൻ സാധ്യതയുണ്ട്, യങ്ങർ വർക്ക് ഫോഴ്സ് ഉണ്ടാവും, ഗ്ലോബൽ ടീംസ് ഉണ്ടാവാം. ഇനി ഫ്യൂച്ചർ ഓഫീസ് വിൽ ബി ഫോക്കസ് ഓൺ, ഇത് നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന ഓഫീസസുകൾ കൂടുതൽ ഫോക്കസ് എന്തിനൊക്കെ ആയിരിക്കും? ഫ്ലെക്സിബിലിറ്റി, ടെക്നോളജി യൂസ്, എംപ്ലോയി വെൽബീയിങ്, ഹൈബ്രിഡ് വർക്ക് മോഡൽസ് ആയിരിക്കും. യൂണിറ്റ് 3 ഓഫീസ് എറ്റിക്വിറ്റി. എറ്റിക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഗുഡ് മാനേജ് ആൻഡ് പ്രോപ്പർ ബിഹേവിയർ ഫോളോഡ് ഇൻ സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. ഒരു വ്യക്തി എന്താണ് സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ പാലിക്കേണ്ട മാനേഴ്സും പ്രോപ്പർ ബിഹേവിയറിനാണ് എറ്റിക്വിറ്റി എന്ന് പറയുന്നത്. എറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ ഗുഡ് ബിഹേവിയർ. ഇറ്റ് മീൻസ് ബിഹേവിങ് ഇൻ എ വേ ദാറ്റ് ഡസ് നോട്ട് എംബാരസ് അതർ. മറ്റുള്ളവർ നാണം കെടുത്തുന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ലിവ് ആൻഡ് വർക്ക് പീസ്ഫുൾ ഇൻ സൊസൈറ്റി. നമ്മൾ സൊസൈറ്റിയിൽ പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാനും ജീവിക്കാനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സ് ആർ സോഷ്യൽ ആനിമൽസ്, സോ ദേ മസ്റ്റ് ബിഹേവ് സെൻസിബിൾ, പൊളൈറ്റ്ലി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾക്ക് സെൻസിബിൾ ആൻഡ് പൊളൈറ്റ്ലി റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മുടെ ബിഹേവ് നമ്മൾ സെൻസിബിൾ ആയിരിക്കണം, പൊളൈറ്റ്ലി ആയിരിക്കണം, റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം. ഇനി ഓഫീസ് എറ്റിക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ വർക്ക് സ്പേസിൽ വർക്കേഴ്സ് പാലിക്കേണ്ട ചില ബിഹേവിയറാണ് എന്നുള്ളതാണ്. പ്രോപ്പർ ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ ഇൻ ദി വർക്ക് പ്ലേസ്. ഓഫീസ് എറ്റിക്വിറ്റി മീൻസ് പ്രോപ്പർ ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ ഇൻ ദി വർക്ക് പ്ലേസ് ആണ്. ഒരു വർക്ക് ഏരിയയിൽ, ഒരു വർക്ക് പ്ലേസിൽ ഒരു എംപ്ലോയി പാലിക്കേണ്ട പ്രൊഫഷണൽ ബിഹേവിയറാണ്, ഒരു പ്രോപ്പർ പ്രൊഫഷണൽ ബിഹേവിയറിനാണ് ഓഫീസ് എറ്റിക്വിറ്റി എന്ന് പറയുന്നത്. Office etiquette is unwritten and written rules that tell employees how behave at work. ഓഫീസ് എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ അൺറിട്ടണും റിട്ടേണുമായിട്ടുള്ള പറഞ്ഞിരിക്കുന്നതും പറയാത്തതുമായിട്ടുള്ള ചില റൂൾസുകളുണ്ട് എങ്ങനെയാണ് ഒരു എംപ്ലോയി ഓഫീസിൽ ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓഫീസ് എറ്റിക്വറ്റിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഗുഡ് ബിഹേവിയർ, പ്രോപ്പർ ബോഡി ലാംഗ്വേജ്, റെസ്പെക്ടിങ് ടൈം ആൻഡ് people, correct use of technology, work well with others. Office etiquette helps employees എങ്ങനെയൊക്കെയാണ് എംപ്ലോയീസിന് ഹെൽപ്പ് ചെയ്യുന്നത്? ക്രിയേറ്റ് എ ഗുഡ് ഇംപ്രഷൻ, മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ, അവോയ്ഡ് കോൺഫ്ലിക്ട്സ്, വർക്ക് സ്മൂത്ത്ലി വിത്ത് കൊളീഗ്സ്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓഫീസ് എറ്റിക്വറ്റ്.
ഓഫീസ് എറ്റിക്വറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ക്രിയേറ്റിംഗ് റെസ്പെക്റ്റബിൾ പ്രൊഡക്റ്റീവ് വർക്ക് പ്ലേസ്. ഓഫീസ് എറ്റിക്വറ്റീൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഒരു ഓഫീസിൽ എന്താണ് എറ്റിക്വിറ്റി ഓഫീസ് എറ്റിക്വിറ്റി ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ റെസ്പെക്റ്റ്ഫുൾ ആൻഡ് വർക്ക് പ്ലേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് പോസിറ്റീവ് വർക്ക് കൾച്ചർ ഉണ്ടാവും, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ, മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ, റെഡ്യൂസ് കോൺഫ്ലിക്ട്സ്, തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഇംപ്രൂവ് ടീം വർക്ക്, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഹെൽപ്പ് ഇൻ കരിയർ ഗ്രോത്ത്, ബിൽഡ് മ്യൂച്വൽ റെസ്പെക്റ്റ്, മേക്സ് എംപ്ലോയീസ് ഫീൽ കംഫർട്ടബിൾ, സെറ്റ് ആസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് ഇതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓഫീസ് എറ്റിക്വിറ്റി വന്നാലുള്ള അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഗുഡ് എറ്റിക്വിറ്റി ഈസ് ബേസ്ഡ് ഓൺ, നമ്മൾ നല്ലൊരു എറ്റിക്വിറ്റി എന്തിനെ ബേസ് ചെയ്തിരിക്കുന്ന റെസ്പെക്റ്റ്, പ്രൊഫഷണലിസം, ട്രീറ്റിംഗ് അതർ ദ വേ വി വാണ്ട് ടു ബി ട്രീറ്റഡ്, നമ്മൾ എങ്ങനെയാണെന്ന് ട്രീറ്റ് ചെയ്യേണ്ടപ്പോൾ ട്രീറ്റ് ചെയ്യപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ മറ്റുള്ളവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി റൂൾസ് ഓഫ് ഓഫീസ് എറ്റിക്വിറ്റി, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഓഫീസിൽ? റീച്ച് ഓഫീസ് ഓൺ ടൈം, കറക്റ്റ് ടൈമിലെത്തുക, റീപ്ലൈ ടു മെസ്സേജ് ആൻഡ് ഇമെയിൽസ് പ്രോംപ്റ്റ്ലി, മെയിൻറ്റെയിൻ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്, ബി ടീം പ്ലെയർ, സ്റ്റേ at home if sick, pay attention in meetings, smile and be polite, appearance good, work others, treat everyone fairly, respect privacy and personal space, keep workstation clean, dress professionally, maintain personal hygiene, keep mobile phone on silent, eat food away from desk, speak calmly. ഇതൊക്കെയാണ് ഒരു ഓഫീസ് എറ്റിക്വറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയാണ്? അവോയ്ഡ് പേഴ്സണൽ കോൾ ഡ്യൂറിങ് വർക്ക് എന്ന സമയത്ത് നമ്മൾ പേഴ്സണൽ കോൾസ് അവോയ്ഡ് ചെയ്യുക, മറ്റുള്ളവരെ ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കുക, ഓഫീസ് ലേറ്റായിട്ട് എത്താതിരിക്കുക, ഗോസിപ്പിംഗ് അവോയ്ഡ് ചെയ്യുക, ബാഡ് ലാംഗ്വേജ് അവോയ്ഡ് ചെയ്യുക, കൂടുതൽ റിവീലിംഗ് ചെയ്തിട്ട് ക്ലോത്ത്സ് യൂസ് ചെയ്യാതിരിക്കുക, സ്ട്രോങ് പെർഫ്യൂം യൂസ് ചെയ്യുന്ന ഒഴിവാക്കുക, ആൽക്കഹോൾ സ്മോക്കൊന്നും ചെയ്യാതിരിക്കുക, വൃത്തികേടായിട്ട് നമ്മളെ വർക്ക് സ്റ്റേഷൻ വെക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് കേസ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻ്റർനെറ്റ് സർഫിംഗ് അറ്റ് വർക്കിനെ കുറിച്ചിട്ടൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്, അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ചാപ്റ്റേഴ്സാണ്, സിമ്പിൾ സബ്ജക്റ്റാണ്, എങ്ങനെയാണ് ഓഫീസ്, എങ്ങനെയാണ് ഓഫീസ് വർക്ക് ചെയ്യുന്നതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്.